ഇനിയെങ്കിലും ഇതെല്ലാം മനസ്സിലാക്കി ഇത്തരത്തിലുള്ള കുടില നീക്കങ്ങളിൽ നിന്ന് പിന്തിരിയാനാണ് അദ്ദേഹം സന്നദ്ധമാവേണ്ടത്. അദ്ദേഹത്തെ ഇതിനായി കോലം കെട്ടി എഴുന്നള്ളിച്ച് വിടുന്ന ആളുകളും ആത്മപരിശോധന നടത്തുന്ന നില ഉണ്ടാവണം. ഇവിടെ വിദ്യാർത്ഥികളെ വെല്ലുവിളിക്കുന്നു, പോലീസ് ഉദ്യോഗസ്ഥരെയും യൂണിവേഴ്സിറ്റി അധികൃതരെയും എല്ലാം വെല്ലുവിളിക്കുകയാണ്, ആക്ഷേപിക്കുകയാണ്. അദ്ദേഹം 2 ദിവസം സർവകലാശാലയിൽ പൂർണ്ണമായി അദ്ദേഹം ക്യാമ്പ് ചെയ്യാണ്, 2-3 ദിവസം. ഇത് കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനുള്ള ആസൂത്രിത നീക്കത്തിൻ്റെ ഭാഗം തന്നെയാണ്. സംഘപരിവാർ നേതാക്കന്മാരുമായിട്ട് RSS കേന്ദ്രങ്ങളുമായി ആലോചിച്ചുകൊണ്ട് തന്നെയാണ് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ക്യാമ്പ് ചെയ്ത് ഒന്നിനു പുറകെ ഒന്നായി പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുന്നത് എന്ന് കാണേണ്ടി വരും. ഇതിൻ്റെ എല്ലാം ഉദ്ദേശം കേരളത്തിൽ ക്രമസമാധാന തകർച്ചയാണ് എന്ന് വരുത്തി തീർക്കുന്നതിനുള്ള ശ്രമമാണ്. അതിനുള്ള നീക്കമാണ് RSS കേന്ദ്രങ്ങളും ഗവർണറും കൂടി ചേർന്നിട്ട് നടത്തുന്നത്. കേരളത്തിലാകെ ഭരണഘടനാ പ്രതിസന്ധിയാണ്, ക്രമസമാധാന തകർച്ചയാണ് എന്നെല്ലാം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ്. ഗവർണർ എന്ന നിലയിൽ തന്നിൽ അർപ്പിതമായിട്ടുള്ള ഭരണഘടനാപരമായ ഉത്തരവാദിത്വങ്ങൾ എല്ലാം അദ്ദേഹം മറക്കുകയാണ്, വിസ്മരിക്കുകയാണ്. ആ ഭരണഘടനാപരമായ തന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്വങ്ങളെല്ലാം വിസ്മരിച്ചുകൊണ്ട് RSS അജണ്ട നടപ്പിലാക്കുന്നതിന് ഏതാണ്ട് സമനില തെറ്റിയതുപോലെ അദ്ദേഹം പെരുമാറുന്നു. ഒരു സമനില തെറ്റിയ ആളെപ്പോലെയാണ് അദ്ദേഹം പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പം ആലോകർക്ക് കാണാൻ കഴിയുന്നത്. ഏത് വിധേനയും കേരളത്തിൽ കുഴപ്പങ്ങൾ സൃഷ്ടിച്ച് ഇവിടെ ഒരു ഭരണഘടനാ തകർച്ചയുണ്ട്, പ്രതിസന്ധിയുണ്ട് എന്ന് വരുത്താനുള്ള കുടിലമായ നീക്കമാണ് ഒന്നിനു പുറകെ ഒന്നായി അദ്ദേഹം നടത്തുന്നത് എന്നാണ് ഇതിൽ നിന്നെല്ലാം കാണുന്നത്. അദ്ദേഹത്തിൽ ഭരണഘടനാപരമായിട്ട് നിയമവ്യവസ്ഥയനുസരിച്ച് അദ്ദേഹത്തിൽ അർപ്പിതമായ ചുമതലകൾ, ഉത്തരവാദിത്വങ്ങൾ എല്ലാം മറന്ന് സംസ്ഥാന ഗവൺമെൻറ്റിനെയും മുഖ്യമന്ത്രിയെയും കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെയും പ്രത്യേകിച്ച് കേരളത്തിലെ സംഘടിതമായ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFIയെയും എല്ലാം അദ്ദേഹം വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വെല്ലുവിളിയാണ് യഥാർത്ഥത്തിൽ. അദ്ദേഹം പ്രോട്ടോക്കോളും എല്ലാം അദ്ദേഹം കാറ്റിൽ പറത്തുന്നു, എന്നിട്ട് തെരുവിലിറങ്ങി വെല്ലുവിളിക്കുന്ന നിലയാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. അദ്ദേഹം സൃഷ്ടിക്കുന്ന ഈ പ്രകോപനങ്ങളെയും അതുപോലെ തന്നെ വില കുറഞ്ഞ വെല്ലുവിളികളെയും അർഹിക്കുന്ന അവജ്ഞയോടെ നാട് തള്ളിക്കളിയും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമില്ല. അങ്ങനെ തള്ളിക്കളഞ്ഞുകൊണ്ട്, ഇത്തരം നീക്കങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് അങ്ങേയറ്റത്തെ സംയമനത്തോടെ കേരളത്തിലെ സർവകലാശാലകളുടെ മതനിരപേക്ഷ ഉള്ളടക്കവും അതുപോലെ ഈ നാടിൻ്റെ സൗഹാർദ്ദപരമായ സാഹചര്യങ്ങളും എല്ലാം സംരക്ഷിക്കുന്നതിന് ജനങ്ങൾ ഒന്നിച്ചു നിന്ന് കക്ഷി രാഷ്ട്രീയ പരിഗണനകൾക്കെല്ലാം അതീതമായി ചിന്താശക്തിയുള്ള ജനങ്ങളെല്ലാം ഒന്നിച്ചു നിന്ന് ഇത്തരം നീക്കത്തെ എതിർക്കും. ഏതായിരുന്നാലും കോഴിക്കോട്ട് ഈ പ്രകോപനം സൃഷ്ടിക്കാനുള്ള നീക്കം ഇവിടെ വിലപ്പോയില്ല. അത് ജനങ്ങൾ നല്ല നിലയിൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നാടിൻ്റെ മഹത്വം ഉയർത്തിപ്പിടിച്ച് അദ്ദേഹത്തെ മധുരം നൽകി വിട്ടിട്ടുണ്ട്. ഞങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കുന്നു, ആ മധുരം നൽകി പറഞ്ഞയച്ച ഈ കോഴിക്കോട്ടെ SM സ്ട്രീറ്റിലൊക്കെയുള്ള മുട്ടായി തെരുവിലൊക്കെയുള്ള കച്ചവടക്കാരും ജനങ്ങളും ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഹീനമായ രാഷ്ട്രീയ കുടില നീക്കങ്ങളെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാനും നാടിനെ കുട്ടിച്ചോറാക്കാനുമുള്ള ഇറങ്ങിപ്പുറപ്പെട്ട അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾക്ക് അനുകൂലമല്ല. എന്നാലും മാന്യമായി ഈ നാടിൻ്റെ പൈതൃകവും പാരമ്പര്യവും മഹത്തായ എല്ലാ കീഴ്വഴക്കങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്, കൈകാര്യം ചെയ്തത്, അതുപോലെ തന്നെ മധുരം നൽകി തിരിച്ചയച്ചത്. അത് ഈ നാടിൻ്റെ മാന്യതയാണ്. ഇത് അദ്ദേഹത്തിന് സ്വന്തം നാട്ടിൽ കിട്ടാത്ത സ്നേഹവായ്പാണ് എന്ന് മനസ്സിലാക്കി ഈ കേരളത്തോട് ഇതുവരെ കാണിച്ച ക്രൂരതകളിൽ അദ്ദേഹം മാപ്പ് പറയുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്.